ഹലോ, വെൽക്കം ബാക്ക് ടു SK's വ്ളോഗ്സ്. അങ്ങനെ ഞാൻ വീണ്ടും വന്നു അടുത്ത ആന്ധ്രാപ്രദേശ് റെസിപ്പി ആയിട്ട്. അപ്പോൾ ഇതാണ് മാംഗോ റൈസ്. ആന്ധ്രാപ്രദേശിൽ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും ഇവിടുത്തെ അമ്മമാർ പുളിസാദം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മാംഗോ സീസൺ വരുമ്പോൾ ചിലരെങ്കിലും ഇതുപോലെ മാംഗോ റൈസാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതെൻ്റെ ഫേവറേറ്റ് റൈസാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. ഇവിടെ ഞാൻ 1 ഗ്ലാസ് റൈസാണ് എടുത്തത്. റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് 2 വിസിൽസിൽ കുക്ക് ചെയ്തെടുത്തു. ഇതാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്സ്: പച്ചമുളക്, കാഷ്യൂ നട്ട്സ് ആൻഡ് കപ്പലണ്ടി. റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ കട്ട് ചെയ്യാം. മാംഗോ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലെങ്കിലും ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിക്കാതെ ഞാൻ വീട്ടിൽ സമ്മതിക്കത്തില്ല. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു റൈസാണ്. നല്ല പുളിയും എരിവും ഒക്കെ ഉള്ളൊരു റൈസാണ്. അങ്ങനെ മാംഗോ ഗ്രേറ്റ് ചെയ്തു. അമ്മയാണ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ആദ്യം സ്റ്റൗവിൽ ഒരു കടായി വെക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ ജീരകം, പരിപ്പ്, ഉഴുന്നും, ഡ്രൈ ചില്ലിയും കറിവേപ്പിലയും ചേർക്കണം. 1 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത്. ഇതിന് ആന്ധ്രാപ്രദേശിൽ പുളിസാദമാണെങ്കിൽ പുളിഹാര എന്നാണ് വിളിക്കുന്നത്. അത്യാവശ്യം യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കേടാവാതെ ഒരു 2 ദിവസമൊക്കെ നിൽക്കുന്ന ഒരു ഫുഡാണ്. പുളിസാദം ഇതേപോലെ മാംഗോക്ക് പകരം പുളിയാണ് ചേർക്കുന്നത്. പുളിവെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടർമറിക് ചേർക്കാം. അങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മാംഗോ ചേർക്കാം. മാംഗോ കുക്കാവാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് പിന്നെ ഇതിൽ ചോറിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് നമ്മൾ ചോറിൽ വേവിക്കുമ്പോൾ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് എപ്പോഴും കറക്റ്റായിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് കുറഞ്ഞു പോയാൽ പിന്നെ മൊത്തത്തിൽ ടേസ്റ്റ് പോകും. അങ്ങനെ മാംഗോ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചോറിൽ ചേർക്കാം. ചൂടോടെ തന്നെ വേണം ചോറിൽ ചേർക്കാൻ. സ്പൂണൊക്കെ വെച്ചിട്ട് വേണം ചേർക്കാൻ, കൈ പൊളിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ടേസ്റ്റി, സ്പൈസി ആൻഡ് കുറച്ച് പുളിയൊക്കെ ഉള്ള മാംഗോ റൈസ് റെഡിയായി കഴിഞ്ഞു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.